ഫൈനലി നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാർഡ് മോഡ് നമുക്കൊരു വിഷയമുള്ള ഒരു കാര്യമില്ല. അപ്പം ഗൈസ് ദിസ് മൈ ചാനൽ ഗൈസ്. അന്ന് നമ്മൾ കളിക്കാൻ പോണത് ഇരാനി 3 ഹാർഡ് മോഡ് എസ്കേപ്പാണ് ഗൈസ്. അതും സിവർ എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മളൊന്ന് നേരെ വീഡിയോ ഇട്ട് പോകുകയാണ് സുഹൃത്തുക്കളെ. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഡേ 1 ഗൈസ്. നമ്മൾ വെയ്സ് എടുത്തുകൊണ്ട് വന്ന് ഫസ്റ്റ് ഡേ തന്നെ വെയ്സ് എടുത്തുകൊണ്ട് വന്ന ബെഡിൻ്റെ മൂലയ്ക്കിടണം. എന്നിട്ട് നമ്മൾ വാതിലിൻ്റെ ബാക്കിൽ പോയി ഒളിച്ച് ചെയ്യണം. അപ്പം തള്ള സൗണ്ട് കേട്ട്, പൊട്ടിക്കളവിയാണല്ലോ, അപ്പം തള്ള സൗണ്ട് കേട്ട് ആ വഴി വയ്ക്കോളും. അപ്പം ഈ വെയ്സ് എടുക്കണം. കുറച്ച് ലാഗ് ഇഷ്യൂ ഉണ്ട് ഗൈസ് സുഹൃത്തുക്കളെ. ഈ ലിവർ വലിക്കാം. എന്നിട്ട് നമ്മൾ റെഞ്ച് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് നമ്മൾ നൈസായിട്ട് താഴോട്ട് പോകണം. ഈ സിവർ എസ്കേപ്പ് അല്ല, കാർ എസ്കേപ്പാണ് ചെയ്യാൻ പോണത്. അപ്പം സിവർ എസ്കേപ്പ് നമ്മൾ വേറൊരു ദിവസം ചെയ്യാം കേസ്. നമ്മൾ അവളെടുത്ത് റെഞ്ച് എടുത്ത് ഇങ്ങോട്ട് സൗണ്ട് ഇടാം. അപ്പം തള്ള ഇപ്പം സ്റ്റെപ്പിൻ്റെ ആ വഴി വരും. നമുക്ക് ആ സമയം കൊണ്ട് ബാറ്ററി എടുത്ത് നമുക്ക് കാറിൻ്റെ ഡിക്കിയിൽ വയ്ക്കാവുന്നതാണ്. ഡിക്കിയിലില്ല, ഫ്രണ്ട് അറയിൽ വയ്ക്കാവുന്നതാണ് കേസ്. നമ്മൾ എന്തായാലും ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് ഇവിടെ ഒന്നുമില്ല, ഇവിടെ വേറെ പോർട്ടിലാണ് കേസ്. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഈ വാതിൽ തുറന്നിട്ട് ഹാൻഡ് വീലെടുത്ത് അവിടെ സൗണ്ട് ഉണ്ടാക്കണം. പെണ്ണുമ്പുള്ള എന്തായാലും താഴോട്ട് പോകും. പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ മോനെ ഗൈസ് കണ്ടിട്ടുണ്ട്, എന്തായാലും കണ്ടിട്ടുണ്ട് നമ്മൾ ഗൈസ്. ഇതിൽ വേറൊരു കാര്യം, ഗ്രാനി ഇതിൽ വെട്ടിച്ചോടാം, അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടും. അപ്പം സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ സൗണ്ട് കേട്ട് തള്ള അവിടെ വീൽക്രാങ്ക് അവിടെ ഇടേ. അപ്പം തള്ള അങ്ങോട്ട് വയ്ക്കും. ഇപ്പം വാതിൽ തുറന്ന് ഈ വഴി വരും. എന്നിട്ട് നമ്മൾ ഈ ഡോറങ്ങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഈ പലകി അടച്ച് ഈ തള്ളേനെ ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ തള്ള പുകഞ്ഞ് ചത്തോളും. ഒരു 30 സെക്കൻഡത്തേക്ക് മാത്രമാണ് തള്ള പുകഞ്ഞ് വടിയാവുന്നത്. അതൊക്കെ നമ്മൾ വിഷയമുള്ള കാര്യമൊന്നുമല്ല സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോയി അവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ഈ സുഹൃത്ത്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നിലം കിടപ്പുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് മാസ്റ്റർ കീ ആയിരിക്കും കിട്ടണത് ഗൈസ്. തള്ള വെറും 30 സെക്കൻഡത്തേക്ക് മാത്രമാണ് വടിയായത്. നമുക്ക് വിഷയമുള്ള കാര്യമില്ല ഗൈസ് സുഹൃത്തുക്കളെ. വിഷയമുള്ള കാര്യമില്ല, അത് വേറെ സീന്. വിഷയമുള്ള കാര്യമില്ല. ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മൾ താഴെ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും പലക ഓപ്പൺ ചെയ്തിട്ട് സ്പാർക്ക് പ്ലഗ് ഇവിടെ ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വീൽ ക്രാങ്ക് അവിടെ ഇടേ. വീൽ ക്രാങ്ക് എടുത്ത് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് എൻജിൻ പാർട്ടാണ്. എൻജിൻ പാർട്ടും കൂടി കിട്ടിയ ഗ്യാസ് ഓയിലിനും കാർ കീയും മറ്റേ മുടുക്കണ സംഭവം കൂടി കിട്ടിയ നമ്മൾ എസ്കേപ്പായി. നമ്മൾ ഡോറ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് മിസ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയുമല്ലോ.
നമുക്ക് നമുക്ക് ആഞ്ചലിനിക്ക് ബുക്ക് കൊണ്ട് കൊടുക്കാം. ഓക്കെ യെസ്, നമുക്ക് ഇപ്പം ആഞ്ചലിനിക്ക് ബുക്ക് കൊണ്ട് കൊടുക്കാവുന്നതാണ്. ആഞ്ചലിനെ നമുക്ക് സ്പൈഡർ കീ തരും. അപ്പോൾ നമുക്ക് സ്പൈഡർ കീ കൊണ്ട് സിയോറിലേക്ക് പോകാം. അപ്പോൾ സിയോറിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വല്ലതൊക്കെ കിട്ടാൻ നോക്കാം. ആ പെഡ്ലോക്കിയും കൂടി വേണം മെയിനായിട്ട് പെഡ്ലോക്കിയും കൂടി കിട്ടിയാൽ നമ്മൾ മെയിനായിട്ട് എസ്കേപ്പ് ആകും. വേണ്ടത് പെഡ്ലോക്കിയാണ്. പക്ഷെ പെഡ്ലോക്കി കിട്ടാൻ കുറച്ച് പാടാണ്. കോഗ്വീൽ എന്തായാലും സിവറിലാണ്. അപ്പോൾ സിവറിൽ കുറച്ച് പരിപാടികളുണ്ട്, അത് വേറെ കാര്യം. നമുക്ക് ഹാൻഡ് വീൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഹാൻഡ് വീൽ വെച്ച് ഹാൻഡ് വീലിൻ്റെ കൂടെ ഇടോ. അല്ലോ ഗൈസ്, ദോ വരുന്ന തള്ള, നമുക്ക് ഓടിത്തള്ള. നമുക്ക് അവിടെ പോയി സൗണ്ട് ഉണ്ടാക്കാം. എഞ്ചിൻ ബട്ടൺ നൈസായിട്ട് കൊണ്ടുവയ്ക്കണം. കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്താ പറയുക, എഞ്ചിൻ പാട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് പെഡ്ലോക്കിയും കാർ കീയാണ്, പിന്നെ ഗ്യാസ് ഓയിലിനും വേണം. ഇത്ര സാധനങ്ങൾ വേണം നമ്മൾ എസ്കേപ്പ് ആകുന്നത് സുഹൃത്തുക്കളെ. നൈസായിട്ട് എഞ്ചിൻ പാട്ട് വെച്ച് നമുക്കിതൊക്കെ മുടുക്കി കൊടുക്കാം. ഇതൊക്കെ മുടുക്കി കൊടുത്ത് ഇതൊക്കെ അടച്ചിടാം. ഓക്കെ, ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് മറ്റേ പായലും പൂപ്പിലുള്ള മറ്റേ കാക്കയുടെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് മറ്റേ ഗ്യാസ് ഓയിൽ ഉണ്ടാകും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്ക് ആ വൃത്തിയോട്ട കാക്കേനെ ഇഷ്ടമില്ല. അഴുക്ക കാക്ക, പന്ന കാക്കയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ആ കാക്ക. അപ്പം കാക്കേനെ ഗണ്ണ് കിട്ടിയ കാക്കേനെ ഞാൻ ഫസ്റ്റ് തൂക്കും. ആ തള്ളേനെ തൂക്കും, കാക്കേനെ തൂക്കും. അപ്പോൾ ഇവിടെ ഗ്യാസ് ഓയിലില്ല. ഗ്യാസ് വലിച്ച് നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമുക്ക് റെസ്റ്റി പഡിലൊക്കെ ചെയ്യണം. അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ എന്താണാവോ, ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ മീറ്റാണ്, അത് നമുക്ക് ആവശ്യമില്ല. കാരണം അത് ഡോർ എസ്കേപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. അവിടെ ഇതൊക്കെ നമുക്ക് തട്ടിയിടാം. എന്നിട്ട് നമുക്ക് ഗൈസ്, അപ്പം നമ്മൾ സ്പൈഡർ കീ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ താഴെ കൊണ്ടുപോയി സ്പൈഡറിലിട്ട് കുത്താം, തിരുകാം. ഓക്കെ, സ്പൈഡർ കീ കിട്ടി ഗൈസ്. ഓക്കെ, അവിടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഇവിടെ താഴത്തോട്ട് ചാടാം. ഓക്കെ, നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സിവറിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മളെ റിസ്കിൽ തന്നെ കണ്ടുപിടിക്കണം. അതാണ് വേറെ കേസ്. അത് ആലോചിക്കുമ്പം മനസ്സിനൊരു ഗുമ്മിഷ്ടം ഗൈസ്. ഒക്കെ പൊളന്ന് പോയി തള്ള. ചിലന്തിമൈരൻ പോയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് നമ്മളെ കണ്ട് എൻ്റെ പൊന്നെ, കാണുമ്പോൾ തന്നെ പേടി വന്നു ഗൈസ്. സോ ഡിസ്കസ്റ്റിങ്. അപ്പം നമുക്ക് ഹാൻഡ് വീലോട് ഇടാം. പോയോ സാമാനം? നൈസായിട്ട് നമ്മൾ മുകളിൽ കയറി അവിടെ കൂടെ ഒന്ന് പരിശോധിക്കണം. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ചുക്കുമില്ല, ഒരു പുണ്ണാക്കുമില്ല.
ആൻറ്റിവീട്ട് തിരിക്കണമല്ലോ കോപ്പ്. പണ്ടാരും ഇവിടെ കൊല്ലം കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ പ്ലേ ഹൗസ് കീ ആണ്. പ്ലേ ഹൗസ് കീ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൽ പെഡ്ലോക്കി ഉണ്ട്. പെഡ്ലോക്കി ഉണ്ട്. എന്നിട്ട് നമുക്ക് 2 ജസ്റ്റ് മിസ് ചെയ്യും. എൻ്റെ പൊന്നെ ഇജാതി സ്പീഡ്. നമുക്കിനി ഹാൻഡ് വീൽ വെച്ച് തിരിച്ച ഭാഗത്ത് നമുക്ക് എന്തായാലും പ്ലേ ഹൗസ് കീ ഇങ്ങോട്ട് എടുത്തെറിയാം. എൻ്റെ പൊന്നെ ഒന്ന് പോയി തൊലയുടെ, ഒന്ന് പോയി എവിടെയെങ്കിലും പോയി ചാവ്. എനിക്ക് വയ്യ ഗൈസ്, സത്യം പറഞ്ഞാൽ വയ്യ. പേക്കൂത്തോളം കേസ് ഓരോരോ ഇങ്ങോട്ട് അതല്ലേ അല്ല കഥ ഉടച്ചില്ല. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോയി ഒന്നാമത്തേത് തുറക്കാം. കട്ടിങ് പ്ലേയേഴ്സ് എല്ലാം കിട്ടണമെങ്കിൽ ഞാൻ പോയി ചാവും കേസ്, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇതിനെ താത്തേ ഇത് ഗ്യാസ് ഓയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. വേറെ കാര്യം മുക്കിലും മൂലയിൽ അരിച്ച് പറക്കേണ്ടതുണ്ട്. ഒന്നല്ലേ കട്ടിങ് പ്ലേയേഴ്സോ? കട്ടിങ് പ്ലേയേഴ്സ് ഗൈസ്. അങ്ങനെ നമുക്ക് കോകി വീൽ ഇട്ടിട്ടുണ്ട്. ഇനി കോകി വീലെടുത്ത് അങ്ങോട്ട് ഇടണം. നമുക്ക് തള്ളയുടെ കാര്യം. തള്ള ഇവിടെ നിൽക്കണം. നമ്മളൊന്നും ചെയ്യത്തില്ല. നീ ഒന്നും ചെയ്യില്ല. നീ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പൊടി സ്ഥലം വെറി. നീ നിൻ്റെ പാട് വയ്ക്കി പോടി. എന്തറേ ഞാൻ അതിനൊന്നും ചെയ്തില്ല. നീ പോവാനേ പറഞ്ഞോളൂ. അതിനിടെ ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് ബെഡിലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാർക്കി വേണം. കാർക്കി കൊണ്ട് ഗൈസ് നമുക്കിനി ഫൈനലി നമുക്ക് പെഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാർക്കിയും കൂടി വേണം. കാർക്കിയും കൂടി വന്നാൽ നമുക്ക് എസ്കേപ്പ് ആകാം. കാരണം നമ്മൾ എന്തൊക്കെ ഗ്ലിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഗ്ലിച്ചൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കക്കൂസി നമ്മൾ കക്കൂസി നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ ഇതായിട്ട് ചത്തിട്ടില്ല. അതാണ് വേറൊരു കേസ്. എൻ്റെ പൊന്നെ ഗ്രാനി കണ്ടു. ഗ്രാനി കണ്ടു. വിഷയമുള്ള കാര്യമില്ല. നമ്മൾ ഗ്രാനിനെ അങ്ങോട്ട് തട്ടും, അത്ര തന്നെ. നമുക്ക് മുകളിൽ പോയി കാർക്കി എടുത്തുകൊണ്ട് വരിക, എസ്കേപ്പ് ആവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോയി കാർക്കി എടുക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് കാർക്കി നമ്മൾ ഫൈനലി എസ്കേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഹാർഡ് മോഡൊന്നും ഒരു വിഷയമില്ല ഗൈസ്. ഇത് നിങ്ങൾ സപ്പോർട്ട് ഉള്ളത് കൂടി നമ്മളിനി ഇതിലൊന്നായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും കൂടി വന്നാൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. അത് എക്സ്ട്രീമോട്ട്
എസ്കേപ്പ് ആവുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾ സപ്പോർട്ടും കൂടി വേണം എനിക്ക്. അപ്പം നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൂടി റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും. അയ്യോ കാർക്കി അവിടെ. ഗൈസ് ഫൈനലി നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കാർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാർഡ് മോഡ് നമുക്കൊരു വിഷയമുള്ള ഒരു കാര്യമില്ല. അപ്പം ആ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. ഗൈസ് നമ്മളെ ഫൈനലി ഹാർഡ് മോഡ് എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ അടുത്ത വീട്ടിലേക്ക് ബൈ.